നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം വാത്തിക്കുടി മണ്ഡലം കൺവെൻഷൻ നടന്നു. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഔഷധ സേവയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊന്നത്തടി പഞ്ചായത്തിൽ കാറ്റാടിപ്പാറ പ്രദേശത്തെ ജനശ്രീ ജലനിധിയുടെ കുടിവെള്ളം മലിനമായതിനെ തുടർന്ന് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വയനാട് പുനരധിവാസത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ധനസമാഹരണത്തിൽ പാളിച്ചകളില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS ഇടുക്കിയുടെ പുതിയ കളക്ടർ. ഇടുക്കി കളക്ടറായിരുന്ന വി വിഘ്നേഷിനെ കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി നിയമിച്ചു. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എം വാത്തിക്കുടി മണ്ഡലം കൺവെൻഷൻ നടന്നു. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തോപ്രാംകുടി ടൗണിൽ നടത്തിയ പ്രകടനത്തിന് ശേഷമാണ് കൺവെൻഷൻ ആരംഭിച്ചത്. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ബേബി കാഞ്ഞിരത്താംകുന്നിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ശുദ്ധജലം വേനൽക്കാലത്തും മഴക്കാലത്തും വീട്ടിൽ ലഭ്യമാകുക, അത് ലക്ഷ്യീകരിക്കാൻ കഴിയുന്ന ഒരു നേട്ടം ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുക. 17 വർഷക്കാലം 17 കുടുംബങ്ങൾ ലക്ഷം കുടുംബങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ 60 വർഷക്കാലം കൊണ്ട് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ള സ്ഥലത്ത് 44 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തി. ശേഷിച്ച 35 ലക്ഷം കുടുംബങ്ങളിൽ ഈ വരുന്ന 6-7 മാസക്കാലം കൊണ്ട് കുടിവെള്ളം എത്തണം. ഇടുക്കി പോലുള്ള സ്ഥലത്ത് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. ആദ്യമല്ലേ നമ്മളങ്ങനെ വർക്ക് തന്നെ കാണുന്നത്. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മുടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തുന്ന പദ്ധതി നമുക്ക് സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇടുക്കിയിലെ ഇറിഗേഷൻ മ്യൂസിയം, മൾട്ടിപ്ലക്സ് സ്റ്റേഡിയം, ഫുഡ് പാർക്ക്, അങ്ങനെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ. ഇടുക്കി ആർച്ച് ഡാമിൽ ലേസർ ഷോ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലേസർ ഷോ ആയിരിക്കും. ഇടുക്കി ആർച്ച് ഡാമിന്റെ പ്രദേശത്തിൽ അത്രയും വലിയ പ്രദേശത്തിൽ ലേസർ ഷോ എത്രയോ ടൂറിസം അട്രാക്ഷനുള്ള പദ്ധതികളാണ് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നത്. ഡാമുകളുടെ സന്ദർശനം, ബോട്ടിങ്, ഇതൊക്കെ നമ്മുടെ വാറ്റുപിടി എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശമായി വളർച്ചയുടെ പാതയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുക. ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും മികച്ച കർഷകരെയും കഴിഞ്ഞ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കലാകായിക മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. വാത്തിക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല, TP മൽക്ക, ജെയിംസ് മളാക്കുഴി, ജോർജ് അമ്പഴം, സെലിൻ മാത്യു, സിബിച്ചൻ കാരക്കാട്ട്, ബെന്നി തടത്തിൽ, റോണിയോ എബ്രാഹാം, ജോണി ചെമ്പുകട, അപ്പച്ചൻ പേഴത്തുങ്കൽ, ജോയിക്കുട്ടി, മിനി സിബിച്ചൻ, ബിജി ബിജിൽ, ബീന ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ഷാജി കൂനമാക്കൽ, ബേബിച്ചൻ കളപ്പുര, അപ്പച്ചൻ വരിക്കമാക്കൽ, സജി പുന്നോലിക്കുന്നേൽ, റോയി മറ്റത്തിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഔഷധ സേവയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഔഷധത്തിൽ ചേർക്കുന്നതിന് വാഴൂർ ശ്രീതീർത്ഥപാദ ആശ്രമത്തിൽ നിന്നും ആചാരപൂർവ്വം കൊണ്ടുവരുന്ന വെണ്ണ 31 വൈകിട്ട് ക്ഷേത്രം മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി സ്വീകരിക്കും. ഔഷധ സേവ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകും. ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 1 നടക്കുന്ന ഇടവട്ടി ഔഷധ സേവയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. ഔഷധത്തിൽ ചേർക്കുന്നതിന് വാഴൂർ ശ്രീതീർത്ഥപാദ ആശ്രമത്തിൽ നിന്നും ആചാരപൂർവ്വം കൊണ്ടുവരുന്ന വെണ്ണ 31 വൈകുന്നേരം ക്ഷേത്രത്തിൽ മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി സ്വീകരിക്കും. വൈകുന്നേരം 5 തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഔഷധ സൂക്തം ജപിച്ച് ഔഷധക്കൂട്ട് ചൈതന്യവത്താക്കും. ഔഷധ സേവ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി, മാധവൻ നമ്പൂതിരി പടിഞ്ഞാറേമഠം,
PKK നമ്പൂതിരിപ്പാട്, പുതുവാമന എന്നിവർ നേതൃത്വം നൽകും. തൊടുപുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ 5 മുതൽ 10 മിനിറ്റ് ഇടവിട്ട് ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും. ഒരേ സമയം 1000 പേർക്ക് ഔഷധം നൽകുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി ഹരിനാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃശൂർ തെക്കേമ്പടം മൂപ്പിൽ സ്വാമിമാർ ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കുന്ന ഔഷധമാണ് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ജൂലൈ 31 വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഔഷധം ചൈതന്യവത്താക്കി വേദമന്ത്ര ജപത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് ശ്രീകോവിലിൽ നിന്നും ഔഷധവും ഭഗവാന് നിവേദിച്ച വെണ്ണയും ചേർത്ത് സമം ഒരുമിച്ച് 5 മണി മുതൽ ഭക്തജനങ്ങൾക്ക് ഔഷധം കൊടുത്തു തുടങ്ങും. മുൻ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ എത്തിച്ചേരുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 45,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഔഷധം സേവിച്ചിട്ടുണ്ട്. ഇത്തവണ അത് 60,000-ഓളം ഭക്തജനങ്ങൾ ഔഷധം സേവിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അതിനുവേണ്ട അതിവിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഏതാണ്ട് 2 മാസക്കാലമായി നടന്നു വരികയാണ്. ഇത്തവണ KSRTC ഔഷധ സേവനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർ 5 മിനിറ്റ് ഇടവിട്ട് KSRTC തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ഇടവെട്ടി ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും KSRTC ഒരുക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് സെക്രട്ടറി സിജു ബി പിള്ള, ജനറൽ കൺവീനർ PR സുധീർ കുമാർ പുളിക്കൽ, സഹ രക്ഷാധികാരി MR ജയകുമാർ പുത്തൻമടത്തിൽ, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ പരപ്പിൽ, ഇടവെട്ടി ഔഷധ സേവാ ജോയിന്റ് കൺവീനർ രതീഷ് കുമാർ കുരിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി. KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യ കുടുംബ സുരക്ഷാ നിധി വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ കൂടിയ യോഗത്തിൽ സണ്ണി പൈമ്പിളിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിൽ വ്യാപാരികൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ 45ാമത് വാർഷിക പൊതുയോഗത്തിൽ വ്യാപാരികൾക്കൊരു കൈത്താങ്ങ് എന്ന കാരുണ്യം കുടുംബ സുരക്ഷാ നിധി വിതരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കളക്ടർ. വനിതാ സംരംഭകർക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികളും ലോൺ സൗകര്യങ്ങളും സബ്സിഡികളും വ്യവസായ വകുപ്പ് വഴി നടപ്പാക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയെ സംബന്ധിച്ചോളം വളരെ യുണീക്കായിട്ടുള്ള ഒരു ജില്ലയാണ്. എല്ലാ കാര്യത്തിലും എത്ര യുണീക്നെസ് ഉണ്ടോ അത്രമാത്രം സൗന്ദര്യവും ഉള്ള ഒരു ജില്ലയായിട്ടാണ് ഞാനത് കാണുന്നത്. അവിടെ നിങ്ങളെല്ലാം വളരെ നന്നായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ജില്ലയിലെന്നല്ല പൊതുവെ ഈ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അത്ര ഒരു വലിയ കാര്യമാണ്. അതിൽ ആരെ എവിടെ എങ്ങനെയാണ് ചോദിക്കുന്നത്, ഒത്തിരി മാത്രം നമുക്ക് റെഗുലേഷൻസും സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം എടുക്കണം. ഇതൊക്കെ നന്നായിട്ട് എടുത്തിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ആണ് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള സഹകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മുടെ ചാറ്റ് GPT മരണമടഞ്ഞ 3 അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് 6.5 ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണവും കളക്ടർ നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ അധ്യക്ഷത വഹിച്ച യോഗം KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിയെ പൊന്നാടി അണിയിച്ച് യോഗത്തിൽ ആദരിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേലിനെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷിക വരവ് ചിലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ R രമേശ് അവതരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെയും ഈ വർഷം ദിവംഗതരായ അംഗങ്ങളെയും ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഡയസ് പുല്ലൻ ആമുഖ പ്രസംഗം നടത്തി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകം, ജില്ലാ നേതാക്കളായ CB കൊച്ചുവള്ളാട്ട്, CK ബാബുലാൽ, MK തോമസ്, ഷിബു തോമസ്, റോയി വർഗീസ്, TC രാജു, ജോസ് കുഴിക്കണ്ടം, മജോ, നാസർ സൈറ, നവാസ് CK, ഗിരിജകുമാരി, റോസമ്മ മൈക്കിൾ, സലീം PS, NB ചാക്കോ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിൽ കാറ്റാടിപ്പറ പ്രദേശത്തെ ജനശ്രീ ജലനിധിയുടെ കുടിവെള്ളം മലിനമായതിനെ തുടർന്ന് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന് പരാതി നൽകുമെന്ന് അവർ അറിയിച്ചു. നിലവിൽ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ ഓഗസ്റ്റ് 1 പ്രതിഷേധ ധർണ നടത്തുമെന്നും പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി പഞ്ചായത്തിൽ 6-ാം വാർഡ് മുള്ളരിക്കുടി കാറ്റാടിപ്പാറ പ്രദേശത്ത് താമസിക്കുന്ന 30 അംഗങ്ങളുള്ള ജനശ്രീ ജലനിധിയുടെ കുടിവെള്ളം മലിനമായിരിക്കുകയാണ്. 30 വർഷത്തോളമായി മഴക്കാലത്തും വേനൽക്കാലത്തും ഈ വെള്ളമാണ് ഇവിടെയുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം ഉടമ 6 മാസക്കാലം മുൻപ് മറ്റൊരാൾക്ക് വിൽക്കുകയും അവർ ആ പറമ്പ് കിളച്ചിളക്കി ഏലകൃഷിക്കായി ഒരുക്കുകയും ചെയ്തു. പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയും അവർ ഇളക്കി മറിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കി. മണ്ണിളക്കിയതിന്റെ ഫലമായി മഴ പെയ്തപ്പോൾ മണ്ണും ചെളിയും വന്ന് കുളത്തിൽ ചാടുകയും വെള്ളം കലങ്ങുകയും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയും ചെയ്തു. ഇതേ തുടർന്ന് പിരിവിട്ട് 3 മോട്ടോർ വാടകയ്ക്കെടുത്ത് കുളം തേക്കി വറ്റിക്കുകയും ഹെൽത്തിൽ നിന്നും ആളുകൾ വന്ന് പരിശോധിക്കുകയും ചെയ്തു. വീണ്ടും പറമ്പ് കീറിവിട്ട് വെള്ളം തിരിച്ചുവിട്ടു. 3 ദിവസം വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോൾ മഴ ശക്തി പ്രാപിച്ചു. വെള്ളവും ഇളക്കിയ മണ്ണും കുളത്തിലേക്ക് ശക്തമായി ഒഴുകിയിറങ്ങി. 30 വീട്ടുകാരാണ് ആ ജലനിധിയിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. 30 വീട്ടുകാർ രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് 30 വീട്ടുകാർക്ക് ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം, ഞങ്ങളുടെ കുളം ഇരിക്കുന്ന സ്ഥലം ഒരു കൂട്ടർ, അതായത് അവിടെ മാളിക്കൽ ജെൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അടുത്തിടയ്ക്ക് സ്ഥലം വാങ്ങിക്കുകയുണ്ടായി. അപ്പം അവർക്ക് 60 ഏക്കറോളം സ്ഥലമുണ്ട്. അതിൻ്റെ ഇപ്പം ഇവർ വാങ്ങിച്ച സ്ഥലം കൂടെ കൂട്ടിയിട്ട് ഞങ്ങളുടെ കുളം അത് ഇപ്പം അവരുടെ സ്ഥലത്തിന് നടുക്കായിപ്പോയി. അപ്പം അവരവിടെ ഏലം കൃഷിക്കായിട്ട് അവർ ഒരുക്കിയപ്പോൾ മണ്ണിളക്കി. അപ്പം മണ്ണിളക്കിയതുകൊണ്ട് ഞങ്ങളുടെ കുളത്തിലേക്ക് മഴ പെയ്തപ്പോൾ അവർ ഇളക്കിയത് മെയ് മാസത്തിലാണ്. അപ്പോൾ ഉണക്കുള്ളൊരു സമയത്ത് ഇളക്കി. പക്ഷെ ഞങ്ങളുടെ കുളത്തിൻ്റെ പരിസരത്ത് ഇളക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ ഇളക്കി. ഞങ്ങളുടെ വഴിയും ഈ പറമ്പിൽ കൂടെ, സന്തോഷ് എന്നൊരു ആളുടെ പറമ്പിൽ കൂടെയാണ് ഞങ്ങൾ കുളത്തിലേക്ക് പോകുന്ന വഴി. അപ്പോൾ അവർ ഇളക്കിയപ്പോൾ ഈ മഴ പെയ്തു. മെയ് മാസത്തിൽ ഒട്ടാപ്പുറത്ത് മെയ് പകുതിയോടുകൂടി മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഒറ്റയടിക്ക് വെള്ളവും മണ്ണും എല്ലാം കൂടെ ഒഴുകി വന്ന് ഞങ്ങളുടെ കുളത്തിലേക്ക് വീണു. കുളം വൃത്തിഹീനമായിപ്പോയി. അപ്പം അത് തേകുവാനായിട്ട് ഞങ്ങൾ 30 വീട്ടുകാർ, അവിടെയുള്ള 30 വീട്ടുകാരെന്ന് പറയുന്നത് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. അമിതമായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത 5 സെന്റും 10 സെന്റും 5 സെന്റും ഒക്കെ പാറക്കെട്ടുകളാണ്. അവിടെ മറ്റൊരു വെള്ളത്തിന് സ്രോതസ്സില്ല. അപ്പം അത് വന്ന് ചാടിയത് കൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് കൂലിപ്പണി എടുത്ത പൈസ കൊണ്ട് തന്നെ ഞങ്ങൾ 3 മോട്ടോർ വെച്ച് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ തേടി പറ്റിച്ചു. അതിനുശേഷം അയാളുടെ പറമ്പിൽ തന്നെ ഞങ്ങളൊരു 3-4 വെട്ടിത്താപ്പിട്ടു. വെള്ളം ഞങ്ങളുടെ കുളത്തിലേക്ക് വീഴാതിരിക്കാൻ ഞങ്ങൾ 1.5 ദിവസം വെള്ളം അടിച്ചെടുത്തിട്ടാണ്. ഞങ്ങൾ 30,000 ലിറ്ററോ അല്ലെങ്കിൽ 15,000 ലിറ്ററൊക്കെ വെള്ളം ഞങ്ങൾ 1.5 ദിവസം അടിച്ചെടുത്ത് ജനങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3-4 ദിവസം ഞങ്ങൾക്ക് ഇത് തേകി കഴിഞ്ഞ് വെള്ളമാകാനായിട്ട് താമസം വന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ 3 ദിവസം വെള്ളം അടിച്ചു. വീണ്ടും അടുത്ത മഴ വന്നപ്പോൾ 2 ദിവസം 3 ദിവസം വെള്ളം അടിച്ചതിന് അടുത്ത മഴ വന്നു. മഴ വന്നപ്പം വീണ്ടും ഈ ചെടിയെല്ലാം കൂടെ കുത്തി ഒഴുകി വന്ന് വീണ്ടും കുളത്തിലേക്ക് വീണു. അപ്പോൾ അത് അതിശക്തമായ മഴ ആയതുകൊണ്ട് കുളത്തിൽ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ചെളി വന്നടിക്കും. ഇതിൻ്റെ അകത്തൊരു റിങ്ങുണ്ട്. ആ റിങ്ങെല്ലാം നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് മോട്ടർ അടിക്കാൻ പറ്റാണ്ടായി. തുടർന്ന് പഞ്ചായത്ത് മെമ്പർ, സെക്രട്ടറി, പ്രസിഡന്റ്, കളക്ടർ, RDO എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിന് പരാതി നൽകാനിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് എന്നിവയുമായി ചേർന്ന് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണീലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തൊടുപുഴ SHO മഹേഷ് കുമാർ S ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് എന്നിവരുമായി ചേർന്ന് തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണീലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തൊടുപുഴ SHO മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാറിവരുന്ന രാജ്യത്തെ നിയമ ഭേദഗതികളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുകയും പോലീസും പൊതുജനങ്ങളും തമ്മിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതുണ്ടാവാൻ ഇടയാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദമായി സംസാരിച്ചു. സെക്ഷൻസ് ഞാൻ ബുക്കെടുത്ത് റെഫർ ചെയ്താണ് ഇപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് ഒരു നമ്മൾ അനുവർത്തിച്ച് അല്ലെങ്കിൽ പഠിച്ചു വന്നൊരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം മാറ്റി പുതിയതിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാം ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത്. അതുകൊണ്ട് ഞങ്ങളും ആ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്, അപ്പം എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ പൊതുജനത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എല്ലാ ജനങ്ങളും നല്ലൊരു നിയമബോധമുള്ള
ഒരു നല്ല പൗരനായിട്ട് വളർന്നു വരണമെന്നാണ് നമ്മുടെ ഭരണഘടന വ്യവഹാരം ചെയ്യുന്നത്. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യം ആഗ്രഹിക്കുന്നതാണ് നല്ല നിയമാവബോധമുള്ള ഒരു വ്യക്തി ഒരു കുറ്റകൃത്യങ്ങളിലേക്കോ അല്ലെങ്കിൽ തെറ്റായ ഒരു മാർഗത്തിലേക്കോ ഒരിക്കലും പോകില്ല. ശിക്ഷയെപ്പറ്റിയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറ്റത്തെപ്പറ്റിയും അതിനുള്ള ശിക്ഷയെപ്പറ്റിയും നല്ല ഒരു അവബോധം നമുക്കുണ്ടാവണം. നമുക്കറിയാം നമ്മുടെ ഏറ്റവും ഡെവലപ്ഡായിട്ടുള്ള എല്ലാ കൺട്രീസും. തൊടുപുഴ സ്റ്റേഷൻ PRO ബിജു VA ആമുഖ പ്രസംഗം നടത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, രക്ഷാധികാരി TN പ്രസന്നകുമാർ, വൈസ് പ്രസിഡന്റ് KP ശിവദാസ്, റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോണി മണിമല, KSSIA ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ്, KTUC പ്രസിഡന്റ് ജയൻ, വ്യാപാരി ക്ലബ് പ്രസിഡന്റ് ഷെരീഫ് സർഗം, പ്രകാശ് മാസ്റ്റർ, ഷെമീർ, ഫിഫ വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗിരിജാകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അഡ്വക്കേറ്റ് റോബിൻ P സെബാസ്റ്റ്യൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തൊടുപുഴയിലെ വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ, വ്യാപാരി ക്ലബ് ഭാരവാഹികൾ, യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ മാർച്ചും ധർണയും നടന്നു. ചെറുതോണി ടൗണിൽ നടന്ന മാർച്ചും ധർണയും സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി CS മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, PFRDA നിയമം പിൻവലിക്കുക, എല്ലാ ജീവനക്കാർക്കും OPS പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടുക്കി ഉടുമ്പൻചോല ദേവികുളം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ മേഖലാ മാർച്ചും ധർണയും നടത്തിയത്. KGOA ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് PS അധ്യക്ഷത വഹിച്ച യോഗം KGOA സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. 4 ലേബർ കോഡുകൾ പാർലമെന്റിൽ പാസാക്കി. 2019-20 കാലഘട്ടത്തിലാണ് ലേബർ കോഡുകൾ പാസാക്കിയത്. നിലവിലിരിക്കുന്ന 29 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും നിർദ്ദേശാനുസരണം രാജ്യത്ത് 4 ലേബർ കോഡുകളാൽ ചുരുക്കിക്കൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടുള്ള പുതിയ നിയമനങ്ങൾ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നടപ്പാക്കാനുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ജൂലൈ 9-ന് തൊഴിലാളികൾ പണിമുടക്കിയത്. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി CS മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച PK സതീഷ് കുമാർ, വിശാഖ് PS, ഏരിയ സെക്രട്ടറിമാരായ അർജുൻ രാജു, ഷാജിമോൻ, ഡോക്ടർ ബിബിന മേഴ്സി വർഗീസ് എന്നിവർ സംസാരിച്ചു. നിരവധി KGOA പ്രവർത്തകരും മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. LDF സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുരിക്കാശ്ശേരി ടൗണിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് സമാധാനപരമായി കർഷക മാർച്ച് നടത്തിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂസ് മാത്യൂസിനെയും കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെയും ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെയാണ് കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുരിക്കാശ്ശേരി ടൗണിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി സെന്റർ ജംഗ്ഷനിൽ അവസാനിച്ച പ്രതിഷേധ മാർച്ച് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട കർഷകന് അവന് കൃഷി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടാൻ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയാൽ ആനയുടെയും കടുവയുടെയും പുലിയുടെയും മറ്റു മൃഗങ്ങളുടെയൊക്കെ ആക്രമണത്താൽ പാവപ്പെട്ട കർഷകരുടെയും അതുപോലെയുള്ള ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് നമ്മളിങ്ങനെ കേട്ടിട്ടില്ല. ഈ പിണറായി ഗവൺമെന്റ് വന്ന് 9 വർഷങ്ങൾ പൂർത്തിയായി 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ശല്യങ്ങളെല്ലാം അതിക്രൂരമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് പല ഗവൺമെന്റുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അന്നും വന്യമൃഗങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു, വനത്തിലുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യരെ ആക്രമിക്കാൻ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റായിരുന്നു അന്നുണ്ടായിരുന്നത്. കേരളത്തിലെ മക്കളുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം AK ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രിയായി ഈ നാട് ഭരിക്കുമ്പോൾ
കേരള സംസ്ഥാനത്ത് ഒരു ദിവസം 2ഉം 3ഉം മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ഉടൻ വിട്ടയക്കണമെന്നും അല്ലാത്ത പക്ഷം അതിശക്തമായ സമരങ്ങൾ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുമെന്നും അതോടൊപ്പം മനുഷ്യജീവനുകളെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുന്ന പിണറായി വിജയന്റെ ക്രൂരവിനോദം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി വിജയകുമാർ മറ്റക്കര, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോബി വയലിൽ, ഷീൻ ജോസഫ്, തങ്കച്ചൻ പാണാട്ടിൽ, തോമസ് മുണ്ടൻമല, സാലസ് കൊന്നത്തടി, ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ, നാരായണൻ കുന്തിനി, പീറ്റർ രാമസ്വാമി, മിനി ആലിൻചുവട്, തോമസ് അരയത്തിനാൽ, രാജേഷ് വലിയമറ്റം തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വയനാട് പുനരധിവാസത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ധനസമാഹരണത്തിൽ പാളിച്ചകളില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നടപടി സ്വീകരിച്ചത് പിരിവ് പൂർത്തിയാക്കാത്ത ഘടകങ്ങൾക്ക് എതിരെയാണ്. യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം വയനാട്ടിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കുവാനാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച മാതൃകാ വീട് പോലും പൂർത്തിയാകാത്തത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും നിർമ്മിക്കുന്ന വീടുകളെ പറ്റിയിട്ട് വിവാദം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ വീഴ്ചകളെ മറക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം, ഒരു മാതൃകാ ഭവനത്തിൽ 1ാം വർഷമാകുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാതൃകാ ഭവനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ വെയ്പ്പ്. ആ വീടിന്റെ ചിത്രം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കണം. അത് ഇന്നത്തെ ദിവസം ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എന്നോട് ചോദ്യം ചോദിച്ച ബഹുമാനായ മാധ്യമപ്രവർത്തകർ അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് അവസ്ഥ. അതായത് സർക്കാരിന് 770 കോടി രൂപ കിട്ടിയിട്ട് സർക്കാരിന് ഒരു മാതൃകാ ഭവനത്തിന്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെയുണ്ട്. ആരെങ്കിലും സർക്കാർ സഹായിച്ചോ? ജീവിത ഉപാധിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് സർക്കാർ ഒരു ജീപ്പ് ഓട്ടോയോ വാങ്ങി കൊടുത്തോണ്ട് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം അതല്ലേ. അപ്പൊ സർക്കാർ എന്താ പറയുന്നത്? പിന്നെ ഇത് പറയുമ്പോൾ ഇതിനെ വിചാരണ ചെയ്യുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ എന്താണ് പറയാൻ പോകുന്നത്? അങ്ങനൊരു നിയമമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഉഴവൂർ വിജയന്റെ കുടുംബത്തെ സഹായിക്കുവാൻ നിയമം ഉണ്ടായിരുന്നു. ശ്രീ KK രാമചന്ദ്രൻ മാഷ്ടെ കുടുംബത്തെ സഹായിക്കുവാൻ നിയമം ഉണ്ടായിരുന്നു. അപ്പൊ ആ രണ്ടിടത്തും ഇല്ലാത്ത നിയമത്തെ, അതിന്റെ സാധ്യതകളെ, അതിന്റെ നൂലാമാലകളെ അതിജീവിച്ചിട്ട് സംസ്ഥാന സർക്കാരിന് അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് പ്രകൃതി നാശം വിതച്ച മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തത്? അതിനേക്കാൾ വലിയ ദുരന്തമായി സർക്കാർ അവിടെ പെയ്തിരുന്നു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം 31-ന് ആരംഭിക്കും. രാവിലെ 8 മണിക്ക് രാശിപൂജ ക്ഷേത്രം തന്ത്രി കാവനാടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ദേവജ്ഞന്മാരായ താമരശ്ശേരി വിനോദ് പണിക്കർ, ഇടക്കാട്ട് ദേവിദാസൻ ഗുരുക്കൾ, ബുധന്നൂർ PD വിനോദ് എന്നിവർ നേതൃത്വം നൽകും. ക്ഷേത്രത്തിൽ നടക്കുന്ന സർവേശ്വരി പൂജ, വിദ്യാഗോപാല മന്ത്രാർച്ചന, മാതൃപൂജ എന്നിവയ്ക്ക് യജ്ഞാചാര്യൻ രാജൻ മലനട നേതൃത്വം നൽകും. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട അഷ്ടമംഗല ദേവപ്രശ്നം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. രാവിലെ 8 മണിക്ക് രാശിപൂജ ക്ഷേത്രം തന്ത്രി കാവടിനാലില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ദൈവജ്ഞന്മാരായ താമരശ്ശേരി വിനോദ് പണിക്കർ, ഇടയ്ക്കാട്ട് ദേവിദാസൻ ഗുരുക്കൾ, ബുധനൂർ PD വിനോദ് എന്നിവർ നേതൃത്വം നൽകും. ക്ഷേത്രത്തിൽ നടക്കുന്ന സർവേശ്വരി പൂജ, വിദ്യഗോപാല മന്ത്രാർച്ചന, മാതൃപൂജ എന്നിവയ്ക്ക് യജ്ഞാചാര്യൻ രാജൻ മലനട നേതൃത്വം കൊടുക്കും. ഏപ്രിൽ 21-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഷ്ടമംഗല ദേവപ്രശ്നത്തിന് ക്ഷേത്ര ഉപദേശക സമിതിക്ക് അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ ജൂലൈ 23-ന് റദ്ദ് ചെയ്തിരുന്നു. ഇതിനെതിരെ ക്ഷേത്ര ഉപദേശക സമിതി അഡ്വക്കേറ്റ് ശ്രീകുമാർ ചേലൂർ മുഖേന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ദേവസ്വം ബെഞ്ച് മുൻ നിശ്ചയപ്രകാരം നടത്തുവാൻ അനുമതി നൽകി ഉത്തരവായി. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടന്നിട്ട് ഹൈക്കോടതി ഉത്തരവോടെ ഇതിന് അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS ഇടുക്കിയുടെ പുതിയ കളക്ടർ. IASൽ വ്യാപക മാറ്റങ്ങൾ വരുത്തി സർക്കാർ. എറണാകുളം, ഇടുക്കി, കോട്ടയം, പാലക്കാട് ജില്ലാ കളക്ടർമാരെ മാറ്റി. ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് ഇതിന്റെ ഉത്തരവിറങ്ങിയത്. ഇടുക്കി കളക്ടറായിരുന്ന V വിഘ്നേശ്വരിയെ കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി നിയമിച്ചു. പകരം പഞ്ചായത്ത് ഡയറക്ടറായിരുന്ന ഡോക്ടർ ദിനേശൻ ചെറുവത്തിനെ ജില്ലയുടെ പുതിയ കളക്ടറായി നിയമിച്ചു. വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെടുന്ന വാഗമൺ ചാത്തൻപാറ വ്യൂ പോയിന്റിന് താൽക്കാലികമായി സുരക്ഷാ വേലിയൊരുക്കി.
പൊതുമരാമത്ത് വകുപ്പാണ് താൽക്കാലിക സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയത്. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 വിനോദസഞ്ചാരികൾ കൊക്കയിൽ വീണതിനെ തുടർന്നാണ് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചത്. വിവിധ സംഘടനകൾ പ്രതിഷേധ സമരങ്ങളും നടത്തിയിരുന്നു. തോട്ടിലെ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കി ശുചീകരണം. തൊടുപുഴയിലാണ് വിചിത്രമായ ശുചീകരണം നടക്കുന്നത്. തൊടുപുഴയാറ്റിലൂടെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ ദീർഘനേരം ഒഴുകുന്നത് കണ്ടാണ് ആളുകൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഉറുമ്പിൽ തോട്ടിലെ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിയതായി കണ്ടെത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ കുളിക്കുവാനും കുടിക്കുവാനും വെള്ളം ഉപയോഗിക്കുന്ന തൊടുപുഴയാർ അധികൃതർ തന്നെ മലിനമാക്കുന്ന സാഹചര്യമാണ്. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന അധികൃതർ തന്നെയാണ് ഇപ്പോൾ പുഴ മലിനമാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി കരിമണ്ണൂർ പള്ളിക്കാമുറി മണിമല ഔസേബ് ജോർജിന്റെ സംസ്കാരം നടത്തി. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി റവന്യൂ അധികൃതർ പുഷ്പചക്രം അർപ്പിച്ചു. ജനിച്ചതിനെ പറ്റി ഏറ്റവും നല്ല വിശേഷണം അഭിമന്യ പിതാവ് പ്രസംഗത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു. നന്മ ചെയ്ത് കടന്നുപോയി. അദ്ദേഹം ജീവിതത്തിൽ മുഴുവൻ ഒരു നന്മ മരമായിരുന്നു എന്നുള്ള യഥാർത്ഥമായ ഒരു അർത്ഥത്തെയാണ് പിതാവ് സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് ജനിച്ചതിനെ പറ്റി അങ്ങേറ്റത്തെ അഭിമാനവും സന്തോഷവും സ്നേഹവുമുണ്ട്. ഒരു ജീവിതത്തെ ദൈവത്തിനായും സഭയ്ക്കായും സമൂഹത്തിനായും രാഷ്ട്രത്തിനായും സമ്പൂർണമായി സമർപ്പിച്ച ഒരാളായിരുന്നു മണിമല വർക്കിച്ചൻ എന്നുള്ള ഔസേബ് ജോർജ് മണിമല. വർക്കിച്ചനെ പറ്റി കൂടുതൽ ഒന്നും പറയേണ്ടതില്ല. എല്ലാവർക്കും
അറിയാവുന്ന ഒരു തുറന്ന പുസ്തകമായിരുന്നു വർക്ക് ചിഞ്ചായന്റെ ജീവിതം. എപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോഴും ആദർശത്തെയോ മൂല്യങ്ങളെയോ അദ്ദേഹം ഉപേക്ഷിച്ചില്ല. ഒരു പൈസ പോലും അന്യായമായി സമ്പാദിച്ചിട്ടുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ വർക്ക് ചിഞ്ചായന് നിത്യഭാഗ്യത്വം നൽകും എന്നുള്ളത് വർക്ക് ചിഞ്ചായനെ അറിയാവുന്ന ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യവുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് എം വാത്തിക്കുടി മണ്ഡലം കൺവെൻഷൻ നടന്നു. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഔഷധ സേവയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊന്നത്തടി പഞ്ചായത്തിൽ കാറ്റാടിപ്പാറ പ്രദേശത്തെ ജനശ്രീ ജലനിധിയുടെ കുടിവെള്ളം മലിനമായതിനെ തുടർന്ന് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വയനാട് പുനരധിവാസത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ധനസമാഹരണത്തിൽ പാളിച്ചകളില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS ഇടുക്കിയുടെ പുതിയ കളക്ടർ. ഇടുക്കി കളക്ടറായിരുന്ന വി വിഘ്നേഷിനെ കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി നിയമിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.